ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഷവർമ ബ്രെഡ് പോക്കറ്റ് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം. സിമ്പിളാണ്. ശരിക്കും ഷവർമ കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റോടു കൂടി കഴിക്കുകയും ചെയ്യാം. വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും, കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടമാവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായമൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ബ്രെഡ് എടുത്തിട്ടുണ്ട്. 2 സ്ലൈസ് വീതമാണ് നമ്മൾ ഓരോ തവണ എടുക്കേണ്ടത്. അതിൻ്റെ സൈഡിലെ അരികൊക്കെ കളയണം. എന്നിട്ട് ആ അരികൊക്കെ നമ്മൾ മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം. റൗണ്ടിൽ വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഈ സ്ക്വയറിൽ തന്നെ വേറെ ഷേപ്പ് മാറ്റിയിട്ടൊന്നുമില്ല. റൗണ്ടിൽ തന്നെ വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അതിൻ്റെ സൈഡെല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണിത്. ഇനി നമുക്ക് ആ ബ്രെഡ് 2 എണ്ണം കൂട്ടിയിട്ട് വേണം ചെയ്യാൻ, അപ്പോഴേ പോക്കറ്റായി കിട്ടുള്ളൂ നമുക്ക്. അത് മുട്ടയിൽ ഒന്ന് മുക്കുക. മുട്ടയിൽ നമ്മൾ സാധാരണ കട്ട്ലറ്റൊക്കെ മുക്കണ പോലെ മുട്ട ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക. ബീറ്റർ വേണമെന്നില്ല, സ്പൂൺ കൊണ്ട് വെറുതെ ഒന്ന് അടിച്ചിട്ട് ബ്രെഡ് അതിലേക്കൊന്ന് മുക്കുക. എന്നിട്ട് നമ്മൾ ആ ബ്രെഡിലെ സൈഡൊക്കെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിലൊന്ന് മുക്കുക. രണ്ടും കൂട്ടി പിടിച്ചിട്ട് തന്നെ വേണം ചെയ്യാൻ, അപ്പോഴേ തമ്മിൽ ഒട്ടി നിൽക്കുള്ളൂ. അത് നന്നായിട്ട് അതിലൊക്കെ മുക്കിയിട്ട് എണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്യുക. ഒരുപാട് സമയം വേവേണ്ട ആവശ്യമില്ല, കാരണം ബ്രെഡിന് വേവേണ്ട ആവശ്യമില്ല. പിന്നെ ആ മുട്ട ഒന്ന് വെന്ത് ഈ 2 ബ്രെഡും കൂടി കൂട്ടി ഒട്ടാനുള്ളൊരു സമയം മാത്രം കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. മുട്ടയിൽ നമ്മളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. മുട്ട വെറുതെ ഒന്ന് ഫോർക്കോ അങ്ങനെ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അതിൽ മുക്കിയാൽ മതി. മുട്ട കുറച്ചധികം തന്നെ വേണ്ടി വരും. ഒരു 1-2 മുട്ട എടുക്കേണ്ടി വരും. ഞാനിപ്പോൾ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ, അപ്പോൾ 1 മുട്ട എടുത്തിട്ടുള്ളൂ. കാരണം ബ്രെഡാണല്ലോ, അപ്പോൾ മുട്ട പെട്ടെന്ന് അങ്ങ് അകത്തേക്ക് ആയിപ്പോവും. വേറെ ബ്രെഡ് ക്രംസ് എടുക്കേണ്ട ആവശ്യമില്ല, ഇതിൻ്റെ സൈഡ് തന്നെ പൊടിച്ചെടുത്താൽ മതി. നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. തിരിച്ചും മറിച്ചു വിട്ടിട്ടൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുക. അതുപോലെ എല്ലാം ചെയ്യുക. അകത്തേക്ക് മുട്ട അങ്ങനെ പോവില്ല. അകത്തേക്ക് മുട്ട പോവാത്ത രീതിയിൽ വേണം ചെയ്യാൻ. ഒരുപാട് സമയം അതിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അകത്തേക്കും കൂടി പോവും. അപ്പോൾ 2 ബ്രെഡും കൂടിയും അകത്തൊക്കെ കൂട്ടി ഒട്ടിപ്പോവും. അങ്ങനെ ഒട്ടരുത്, സൈഡ് മാത്രമേ ഒട്ടാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ സൈഡിൽ ശരിക്കും മുട്ട ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, കുഴപ്പമില്ല. ഏതായാലും കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നേ ഉള്ളൂ. ആ 2 ബ്രെഡിനെയും കൂടി കൂട്ടി ഒന്ന് ഒട്ടിക്കുക എന്നൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഇതിന്. തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഒന്നെടുക്കുക. നമുക്കിതിലേക്ക് ഒരു ഫില്ലിംഗ് ഉണ്ടാക്കാനുണ്ട്. ഇനി ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതിട്ടിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവെടുക്കുക. ഞാനിപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ, പിന്നെ കുക്കുംബർ ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ക്യാബേജ്, എല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ഏകദേശം ഐഡിയ വെച്ചിട്ട് എടുത്താൽ മതി. 2-3 ടേബിൾ സ്പൂൺ എടുക്കുക, അല്ലെങ്കിൽ 1/4 കപ്പ് എടുത്താൽ അതും ഓക്കെ ആയിരിക്കും. പിന്നെ ചിക്കനാണ്. ചിക്കൻ ഉപ്പും കുരുമുളകും ഇട്ടിട്ട് വേവിച്ചിട്ട് ബോൺലെസ് ആക്കി എടുത്തിട്ടുണ്ട്. ബോൺ ഉള്ള പീസായാലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ അതിൽ ബോണൊക്കെ ഒഴിവാക്കിയിട്ട് അത് മാത്രം കൂടെ എടുത്താൽ മതി. ഉപ്പും കുരുമുളകും മാത്രം ഇട്ട് വേവിച്ചാൽ മതി. ഇതിലേക്ക് ഒരു ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുക. ചിക്കൻ നമ്മൾ ഉപ്പിട്ട് തന്നെയാണ് വേവിച്ചത്. വെജിറ്റബിൾസിലേക്ക് ഉപ്പ് വേണമല്ലോ. പിന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വൈറ്റ് സോസാണ്. വൈറ്റ് സോസ് ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പി കാണിക്കുന്നില്ല, അതെല്ലാവർക്കും അറിയായിരിക്കും. കുറച്ച് തിക്കായിട്ടുള്ള തന്നെ വേണം, അപ്പോഴേ ശരിയാവുള്ളൂ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. വൈറ്റ് സോസ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഇടാം. ഞാനിപ്പോൾ ഒരു ഏകദേശം 2 ടേബിൾ സ്പൂണേ ഇട്ടിട്ടുള്ളൂ. കൂടുതൽ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഇടാം. എന്നിട്ട് നമ്മൾ ഈ ബ്രെഡിനെ ഒന്ന് നടുകെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തിട്ട് ഇതാ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒരു പോക്കറ്റ് പോലെ അകത്തുണ്ടാവും. അതുകൊണ്ടാണ് ഷവർമ ബ്രെഡ് പോക്കറ്റ് എന്ന് പറയുന്നത്. അത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് അതിലേക്ക് നിറച്ച് കൊടുക്കുക. കഴിയണത്ര നന്നായിട്ട് നിറച്ച് കൊടുക്കുക. ബ്രെഡ് പൊട്ടിപ്പോവരുത്. അപ്പോൾ സ്പൂൺ കൊണ്ട് ചെറിയ സ്പൂൺ എടുത്താൽ മതി. അതിൻ്റെ അകത്തേക്ക് നന്നായിട്ട് അങ്ങ് ആക്കി കൊടുക്കുക. നല്ല ടേസ്റ്റാണ്, കാരണം ഷവർമ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് അതിന്. അപ്പോൾ ഞാനൊരു 3 ടീസ്പൂണൊക്കെ ഫില്ലിങ് വെച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ട്. 4 പറ്റുന്നവർ അങ്ങനെയും ചെയ്യുക. നന്നായിട്ട് അങ്ങ് അകത്തേക്ക് കയറ്റി വെച്ച് കൊടുക്കുക. സെയിം ടൈം തന്നെ ഇത് ഈ ബ്രെഡ് തമ്മിൽ വിട്ടു പോരാതെ നോക്കും വേണം, കാരണം ആ മുട്ടയുടെ ഒരു ബലത്തിൽ മാത്രമാണ് ബ്രെഡ് അങ്ങനെ തമ്മിൽ ഒട്ടി നിൽക്കുന്നത്. അപ്പം അത് പോവാതെയും നോക്കുക. ഇത്ര തന്നെയുള്ളൂ പണി. ഇനി വേറൊന്നും ചെയ്യാനുള്ള ഇല്ല ഇതിൽ.
ഇതിൻ്റെ കൂടെ വൈറ്റ് സോസും കൂടി യൂസ് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ അതായത് 4 ബ്രെഡ്, മൊത്തം 4 ബ്രെഡ് എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ വലിയ ബ്രെഡാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് റൗണ്ടിലൊക്കെ കട്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ചെറിയ ബ്രെഡാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ റൗണ്ടിലൊന്നും കട്ട് ചെയ്യാൻ പോയില്ല, കാരണം അത്രയും ചെറുതായി പോവുമല്ലോ, പിന്നെയും ചെറുതായി പോവുമല്ലോ. അപ്പോൾ നമുക്ക് ഫില്ലിംഗ് ഒന്നും വെക്കാനുള്ള സ്ഥലം കിട്ടൂല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ചും ഒരു വെറൈറ്റിയാണ്. ഡെയിലി നമ്മൾ ചെയ്യുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളവർക്ക് ഇങ്ങനെ ട്രൈ ചെയ്യാം. ഒരുപാട് കുക്കിംഗ് ടൈം ഒന്നും വേണ്ട. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.